ഹായ് അദില. ഹലോ. ഇപ്പം MBBS ഫൈനൽ ഇയർ ആയിട്ട് ഡോക്ടർ ആവാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നീറ്റ് ജേണിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടായിരുന്നു ഒരു നീറ്റ് ആസ്പിറൻ്റ് ആയത്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണം എന്നുള്ളൊരു ഫയർ അതെന്തായിരുന്നു? ഞാൻ MBBS ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഇസ് മൈ കസിൻ ബ്രദർ. അപ്പം ആളൊരു ഡോക്ടറാണ്, ഇപ്പോൾ UK സോ പണ്ട് പഠിച്ചത് CMC-യിലായിരുന്നു. സോ ഞാൻ ഈ ചെറുപ്പം തൊട്ടേ കാണുന്നത് വെച്ചാൽ എപ്പോഴേക്കും എൻ്റെ കസിന് വീട്ടിൽ വരുന്നു അപ്പോഴേക്ക് ഒരു പ്രത്യേക ബഹുമാനമായിരുന്നു, കുടുംബക്കാരാവട്ടെ വീട്ടുകാരാവട്ടെ. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റും ആ ഒരു പ്രൊഫഷൻ കൊടുക്കുന്ന ആ ബഹുമാനം അതൊക്കെ കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ചൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾ ഒരു റെസ്പെക്ട്, ഒരു സൊസൈറ്റിയിലുള്ള ഒരു വാല്യൂ കണ്ടിട്ടായിരിക്കും ഡോക്ടേഴ്സ് ആവാൻ ചൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ? എങ്ങനെയായിരുന്നു റിയാസിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ? ഞാൻ ആക്ച്വലി എനിക്ക് ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഡോക്ടറായതാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു ഒരു ചെറുപ്പം മുതലേ എന്തോ ഡോക്ടർ ആവണം ആ ഒരു താല്പര്യത്തിന്റെ പുറത്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പിന്നെ ഒരു +1 +2 കഴിഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് നീറ്റ് എഴുതണം, ഫീൽഡിലേക്ക് പോവാം. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു, എൻട്രൻസ് കോച്ചിങ് എന്നുള്ള രീതിയിൽ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തു. ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു റിപ്പീറ്റ് ജേണി? ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ +1 +2 ചെറുതായിട്ട് ഈ നീറ്റ് എക്സാം ഒരു ഓറിയന്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ +1 +2 പഠിച്ച സമയത്തായിരുന്നു കോവിഡും, അത് കാരണം ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പോയത്. അപ്പോൾ എന്തായാലും റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. റിപ്പീറ്റ് ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നീറ്റിന് റിപ്പീറ്റ് ചെയ്ത് എല്ലാവർക്കും അറിയണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത്. അതെ, ഞാൻ ഓഫ്ലൈനായിട്ട് റെസിഡൻഷ്യലായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മാറ്റി വെക്കണം, ആ സമയം ഇരുന്ന് പഠിക്കണം. അപ്പോൾ ഇനീഷ്യലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, സെൽഫ് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ കുറേ സമയം ഇരുന്ന് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിന്ന് ഹോസ്റ്റലിൽ നിന്ന് ഒരു വർഷം മുഴുവൻ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇത് കഴിയുമെന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ നമുക്ക് ആ ഒരു പാഷൻ ഉള്ളതുകൊണ്ട്, അതാവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഇരുന്ന് പഠിച്ചു. ആ രീതിയിൽ അങ്ങനെ പോയി, അതാണ് ഉണ്ടായത്.